പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കും. ആ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. പോലീസിൽ നടന്ന ഉന്നതതലത്തിൽ നടന്ന പുനഃസംഘടനയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്തിരുന്നത്. ആ പുനഃസംഘടനയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടുള്ള വീഡിയോകളും ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോകൾ ചെയ്യുന്നതിനിടയിൽ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള DGP ആയിട്ടുള്ള ശ്രീമാൻ രവാഡ ചന്ദ്രശേഖർ, അദ്ദേഹം ഇപ്പോഴും മുൻ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന പിണറായി വിജയൻ്റെ ഉത്തരവുകളാണോ അദ്ദേഹം നടപ്പിലാക്കുന്നത് എന്നുള്ള എൻ്റെ സംശയം വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ ഉന്നയിച്ചിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടും വിജയൻ്റെ ഒരു കൈയാളായിട്ടാണോ പുതിയ DGP പ്രവർത്തിക്കുന്നത് എന്നുള്ള എൻ്റെ സംശയം ഞാൻ വസ്തുനിഷ്ഠമായി എൻ്റെ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ടായി. സുഹൃത്തുക്കളെ, ആ സംശയം എനിക്കിപ്പോഴുമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഒരു മാസം കഴിഞ്ഞു. പോലീസിലെ ഉന്നതങ്ങളിൽ പുനഃസംഘടന കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു ഒരു 10-14 ദിവസമായി. DGP രവാഡ ചന്ദ്രശേഖരന് കുറച്ച് കാലം കൂടി കാലാവധി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനചലനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ADGP ലെവലിൽ മുതൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കാര്യത്തിൽ പുനഃസംഘടന നടന്നു. കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഇടത് വന്നാലും വലത് വന്നാലും വലത് വന്നാലും ഇടത് വന്നാലും ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിച്ചിരുന്ന ADGP S ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥൻ എനിക്ക് തോന്നുന്നു 15 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പോലീസ് സേനയുടെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കും. സസ്പെൻഷനൊക്കെ വന്നപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം പോലീസ് സേനയുടെ പുറത്ത് അദ്ദേഹം ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 15 വർഷക്കാലം അദ്ദേഹം അധികാരത്തിൻ്റെ അത്യുന്നതങ്ങളിലാണ് അദ്ദേഹം വിരാജിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം വിജയൻ്റെയും P ശശിയുടെയും ഒക്കെ ഏറ്റവും അടുത്ത ഒരു ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരുപാട് ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന് ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഈ പുനഃസംഘടനയിൽ പോലീസ് സേനയുടെ പുറത്തേക്ക് പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസസ് എന്ന് പറയുന്ന ആ മേഖലയിലെ ഒരു ADGP ആയി അദ്ദേഹത്തെ മാറ്റി. ലോ ആൻഡ് ഓർഡറിൻ്റെ ADGP ആയി P വിജയൻ എന്ന സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ വന്നു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ വളരെ വിശദമായി ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറയുമ്പോഴും കേരളത്തിലെ DGP രവാഡ ചന്ദ്രശേഖർ ആരുടെ ഉത്തരവാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്നത് സംബന്ധിച്ച് എനിക്ക് വലിയ സംശയമുണ്ടെന്നും അദ്ദേഹം ഇപ്പോഴും മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന വിജയൻ്റെ ഉത്തരവുകളാണോ അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു എന്നും ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത് എൻ്റെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും എന്ന് എനിക്ക് സൂചിപ്പിക്കും. സുഹൃത്തുക്കളെ, ആ സംശയം എനിക്ക് ഇപ്പോഴുമുണ്ട് എന്ന് പറയാനാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം 24/6/2026 എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീമാൻ MT തോമസ്, മുരങ്കോട്ടിൽ തോമസിനെ ലഭിച്ചിട്ടുള്ള ഒരു വിവരാവകാശ ചോദ്യത്തിനുള്ള അദ്ദേഹം സമർപ്പിച്ചൊരു വിവരാവകാശ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ്. ആ ചോദ്യത്തിൽ അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ച ചോദ്യങ്ങളെന്ന് പറയുന്നത്, അതിൽ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത് കൈൻഡ്ലി ഇൻഫോം മീ വെദർ ദ എബോവ് ഹെലികോപ്റ്റർ, അതായത് ഹെലികോപ്റ്ററിൻ്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യങ്ങളുണ്ടായിരുന്നത്. ദ എബോവ് ഹെലികോപ്റ്റർ ഈസ് സ്റ്റിൽ ബീയിങ് ഹയേർഡ് ബൈ ദ പ്രസൻറ്റ് ഗവൺമെൻറ്. അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് ദ പ്രപ്പോസ്ഡ് മന്ത്ലി റെൻറ്റ് പേയബിൾ ഫോർ ദ സെയിം ആൻഡ് ഫ്യൂച്ചർ ടെന്യുവർ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ഹയറിംഗ്. അത് ഒരു ചോദ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ വാടകയ്ക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ടോ, അതിൻ്റെ പ്രതിമാസ വാടക എന്താണ്, ഭാവിയിൽ അത് ഉപയോഗിക്കാൻ പോകുന്നുണ്ടോ, അത് ആണ് പ്രധാനപ്പെട്ട ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഈ DGPക്ക് കീഴിലുള്ള പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കിട്ടിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടി പറയുന്നത് ഈ
മെസ്സേഴ്സ് ചിപ്സ് ആൻഡ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഉപയോഗിച്ച ആ ഹെലികോപ്റ്ററിൻ്റെ ആമായി ബന്ധപ്പെട്ടിട്ട് ഈ DGPയുടെ ഓഫീസ് MT തോമസിന് നൽകിയ മറുപടിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ദ വെറ്റ് ലീസ് എഗ്രിമെൻറ്റ് സൈൻഡ് ബിറ്റ്വീൻ മെസ്സേഴ്സ് ചിപ്സ് ആൻഡ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഫോർ ആൻ ഇനിഷ്യൽ പീരീഡ് ഓഫ് 3 years. അതായത് 3 വർഷത്തേക്കായിരുന്നു കരാറ്. അത് 19/9/2023 മുതൽ 18/9/2026 വരെ ആയിരുന്നു. അതിനകത്ത് പ്രൊവിഷൻ 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ദ സർവീസ് ഓഫ് ദ ഹെലികോപ്റ്റർ ഹയേർഡ് വിൽ ബി അവൈലബിൾ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ പീരീഡിലാണ് അതിൻ്റെ സേവനങ്ങൾ ലഭിക്കുക. ദ ഫിക്സഡ് മന്ത്ലി ചാർജ് ഫോർ ദ ഹെലികോപ്റ്റർ ഈസ് 80 ലക്ഷം. അതാണ് ഫിക്സഡ് മന്ത്ലി ചാർജ് 80 ലക്ഷം. No decision regarding the continuation of the helicopter services has been taken by the government yet. അപ്പോൾ ഈ മറുപടി കൊടുത്തതിന് ശേഷം പറയുന്നത് MT തോമസിൻ്റെ ചോദ്യത്തിലെ 8-9 എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി അത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് പുറത്തു കൊടുക്കാൻ പറ്റില്ല. ദ കോൺഫിഡൻഷ്യൽ സെക്ഷൻ ഓഫ് ദി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഹാസ് എക്സംപ്റ്റഡ് ഫ്രം ഫർണിഷിംഗ് ഇൻഫർമേഷൻ റെക്കോർഡ്സ്. ഹെൻസ് ദ റിക്വസ്റ്റഡ് ഇൻഫർമേഷൻ കനോട്ട് ബി പ്രൊവൈഡഡ്. അപ്പോൾ അത് സംബന്ധിച്ച് ഞാൻ MT തോമസുമായിട്ട് സംസാരിച്ചു. അപ്പോൾ MT തോമസ് എന്നോട് പറഞ്ഞത് ഇതാണ്. MT തോമസ് എന്നോട് പറഞ്ഞത്, അദ്ദേഹം പൊതുഭരണ വകുപ്പിന് കൊടുത്ത വിവരാവകാശം എന്ന് പറയുന്നത് മന്ത്ലി റെൻറ്റ് പെയ്ഡ് ടു ദ ഹെലികോപ്റ്റർ ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റെൻറ്റ് പെയ്ഡ് ഫോർ ഹയറിംഗ് ദ ഹെലികോപ്റ്റർ ഫ്രം 2016 to 2026. മനസ്സിലായല്ലോ? 2 ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് അതിൻ്റെ റെൻ്റ് എത്രയാണ് എന്നുള്ളത്, അത് ഒരു മാസം 80 ലക്ഷമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം വേറൊരു ചോദ്യം ചോദിച്ചു. എന്താണ്? ദ റെൻറ്റ് പെയ്ഡ് ഫോർ ഹയറിംഗ് ദ ഹെലികോപ്റ്റർ ഫ്രം 2016 to 2026. അപ്പോൾ വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷക്കാലം ഈ ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ എത്ര രൂപ കൊടുത്തു? ആ ചോദ്യത്തിന് മറുപടിയില്ല. അത് രഹസ്യമാണ് എന്നാണ് പറയുന്നത്. അതായത് എന്നിട്ട് തോമസ് എനിക്കെന്ന മറുപടി എന്ന് പറയുന്നത് ഈ പൊതുഭരണ വകുപ്പ് ഇത് ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു. ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ വാടക ഒരു വർഷം 80 ലക്ഷമാണ് എന്ന് പറഞ്ഞു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ലെന്നും പറഞ്ഞു. ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനോട് അതിനൊരു ചോദ്യം ചോദിച്ചു. അവന് മറുപടി കൊടുക്കാൻ പറഞ്ഞു. കാരണം 2016 മുതൽ 2026 വരെ എത്ര രൂപ വാടക ഇനത്തിൽ കൊടുത്തു? അത് രഹസ്യമാണ് എന്നാണ് പറയുന്നത്. എത്ര മണിക്കൂർ ഉപയോഗിച്ചു, എത്ര വാടക കൊടുത്തു, അതുള്ളത് ആരാണത് ഉപയോഗിച്ചത്, അത് രഹസ്യമാണ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സുഹൃത്തുക്കളെ അത് രഹസ്യമാകുന്നത്? ഒരു മാസത്തെ വാടക 80 ലക്ഷമാണെന്ന് പറഞ്ഞല്ലോ. സ്വാഭാവികമായും വാടക ഇനത്തിൽ 2016 മുതൽ 2026 വരെ കൊടുത്ത പണം ഖജനാവിൽ നിന്നാണല്ലോ. സ്വാഭാവികമായും ആ ഹെലികോപ്റ്റർ കഴിഞ്ഞ 10 വർഷം എത്ര മണിക്കൂർ ഉപയോഗിച്ചു, അതിന് എത്ര രൂപ കൊടുത്തു, ഇനി ആരാണ് ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും എത്ര മണിക്കൂർ ഉപയോഗിച്ചു, അതിന് എത്ര രൂപ കൊടുത്തു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഈ DGPയുടെ ഓഫീസിന്, ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് ഇല്ലേ സുഹൃത്തുക്കളെ? കാരണം ഇത് DGPയുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്വന്തം പണം അല്ലല്ലോ, ഇത് നികുതി പണമല്ലേ. ഇത് ഈ പറഞ്ഞവരുടെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന പണം അല്ലല്ലോ. ഇത് നികുതി കൊടുക്കുന്ന നികുതിദായകരുടെ പണത്തിൽ നിന്ന് എടുത്തു ഉപയോഗിക്കുന്ന പണമല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ഒരു മാസത്തെ വാടക 80 ലക്ഷമാണെങ്കിൽ 10 വർഷക്കാലം എത്ര വാടക ഇനത്തിൽ കൊടുത്തു? ഇനി അത് ആരൊക്കെയാണ് സഞ്ചരിച്ചത് എന്ന് പറയുന്നതിനും തടസ്സം എന്താ സുഹൃത്തുക്കളെ? അതെങ്ങനെയാണ് രഹസ്യമാകുന്നത്? നികുതിദായകൻ്റെ പണത്തിൽ നിന്ന് ഉപയോഗിച്ച പണം എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ നികുതിദായകൻ്റെ പണമെടുത്ത് ഉപയോഗിച്ച വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ ആരൊക്കെയാണ് സഞ്ചരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് രഹസ്യമാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ദ കോൺഫിഡൻഷ്യൽ സെക്ഷൻ ഓഫ് ദ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഹാസ് എക്സംപ്റ്റഡ് ഫർണിഷിംഗ് ഇൻഫർമേഷൻസ്, ഹെൻസ് ദ റിക്വസ്റ്റഡ് ഇൻഫർമേഷൻ കനോട്ട് ബി പ്രൊവൈഡഡ്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? ഇതിൽ നിന്ന് എന്താ വ്യക്തമാകുന്നത്? വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷക്കാലം
അതായത് ആ 10 വർഷക്കാലത്തിൽ ആ 10 വർഷക്കാലം ഈ മാസം 80 ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്കെടുത്ത ഈ ഹെലികോപ്റ്റർ എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്ന് ഉള്ള ചോദ്യത്തിന് UDF സർക്കാരിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള DGP ആ വിവരം രഹസ്യമാക്കി വെക്കാൻ അയാൾക്ക് എന്ത് അവകാശം സുഹൃത്തുക്കളെ? അയാൾക്ക് എന്താ അവകാശം? അയാൾ ആരുടെ നയങ്ങൾ നടപ്പിലാക്കുന്ന DGP ആണ്? അയാൾ പിണറായി വിജയൻ്റെ നയം നടത്തുന്ന DGP ആണോ ഇപ്പോൾ? അല്ലല്ലോ. ഇപ്പോൾ UDF സർക്കാരല്ലേ അധികാരത്തിലിരിക്കുന്നത്. UDFൻ്റെ മുഖ്യമന്ത്രി അല്ലല്ലോ പിണറായി വിജയൻ. UDFൻ്റെ ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തലയല്ലേ സുഹൃത്തുക്കളെ? രമേശ് ചെന്നിത്തലയുടെ UDF സർക്കാരിൻ്റെ ക്രമസമാധാന പാലനം സംബന്ധിച്ചിട്ടുള്ള നയം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള മാൻഡേറ്റഡ് ആയിട്ടുള്ള DGP റവാഡ ചന്ദ്രശേഖർ പിണറായി വിജയൻ്റെ കാലത്ത് ഖജനാവിൽ നിന്നുള്ള പണം, ഇയാളുടെ തറവാട്ട് വകയല്ല, പണമല്ല, ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ എത്ര മണിക്കൂർ പറന്നു, അതിന് എത്ര ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ തരാതിരിക്കാൻ ഇയാൾക്ക് എന്താണ് അവകാശം സുഹൃത്തുക്കളെ? ഞാൻ ചോദിക്കട്ടെ. ഞാനത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ജനം ചവറ്റുകൊട്ടയിൽ തള്ളിയതാണ് ഇന്ന് ഈ റവാഡ ചന്ദ്രശേഖരന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. 6 റൗണ്ട് കഴിഞ്ഞിട്ടാണ് മിസ്റ്റർ റവാഡ ചന്ദ്രശേഖർ പിണറായി വിജയൻ ജയിച്ചത്. 2021 50,000 വോട്ടിന് ജയിച്ച പിണറായി വിജയൻ ഇപ്പോൾ 18,000 വോട്ടിനാണ് റവാഡ ചന്ദ്രശേഖർ ജയിച്ചത്. അയാളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു, അയാളെ ജനങ്ങൾ റദ്ദാക്കി കളഞ്ഞു, അയാളെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എറിഞ്ഞിട്ടും അയാൾ ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് എത്ര മണിക്കൂർ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചു, എത്ര വാടക കൊടുത്തു എന്ന് പറയാൻ UDF സർക്കാരിൻ്റെ DGP തയ്യാറാവുന്നില്ലെങ്കിൽ അയാൾ ഇപ്പോഴും പിണറായി വിജയൻ്റെ തീട്ടൂരങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും പിണറായി വിജയൻ്റെ ഉത്തരവുകൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവല്ലേ സുഹൃത്തുക്കളെ ഇത്? അല്ലേ? അതുകൊണ്ട് ഞാൻ പരസ്യമായി സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വിജിലൻസ് മന്ത്രിയും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തലയോട് പറയുകയാണ്, ഇതൊന്നും അനുവദിക്കാൻ പറ്റില്ല. പിണറായി വിജയൻ ഈ ഹെലികോപ്റ്റർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര മണിക്കൂർ ഉപയോഗിച്ചെന്നും എത്ര ലക്ഷം രൂപ ചെലവഴിച്ചു എന്നും അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തര വിജിലൻസ് മന്ത്രിയോട് പറയാനുള്ളത്, ഞാൻ ഇതേ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ചോദിച്ചിട്ട് ഇപ്പം തോമസ് അപ്പലേറ്റ് അതോറിറ്റിക്ക് കൊടുക്കുന്നുണ്ട്, ഞാനും ചോദിക്കാൻ പോവുകയാണ്. ചോദിച്ചിട്ട് ഈ ഉത്തരം നിഷേധിച്ചാൽ എനിക്ക് പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കാൻ നിവൃത്തിയുള്ളൂ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിനിയും തന്നില്ലെങ്കിൽ UDF ഭരിക്കുമ്പോഴും UDFൻ്റെ നയം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള മാൻഡേറ്റഡ് ആയിട്ടുള്ള DGP റവാഡ ചന്ദ്രശേഖർ ജനങ്ങളെടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് കളഞ്ഞ പിണറായി വിജയൻ്റെ തീട്ടൂരം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ജനങ്ങളോട് പറയേണ്ടി വരും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ.